Prayer. Dear God, thank you for the gift of this new day. Guide my thoughts, words, and actions. Give me strength for what lies ahead. Peace in moment of uncertainty and gratitude for every blessing seen and unseen. Help me to walk in kindness, patience, and love, and to trust you in all things. Amen. Good morning, everyone. I am Afila, and it gives me great joy to warmly welcome you all to today's class. I wish that today will be a day filled with freshness, happiness, and positive energy. To begin, let us start with a beautiful prayer by Nasira. I extended a warm welcome to our expected teacher Abarna ma'am, who will be handling today's class. I also welcome all my enthusiastic and energetic classmates. I hope you will all remain active and participate throughout the section. Thank you, ma'am. Thank you all. Thought of the day: believe in yourself, and every challenge will turn into an opportunity. Thank you. Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിലെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ? പേജ് നമ്പർ 168 കേട്ടോ. Okay. അതില് കമ്പോണൻസ് കമ്മ്യൂണിക്കേഷൻ സൈറ്റുകളിലെ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലെ മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഐ തിങ്ക് റിസീവർ വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലെ? ആണോ? ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ ഓക്കെ, സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണോ? ഓക്കെ ഓക്കെ. അത് ലാസ്റ്റ് ക്ലാസ്സില് തോന്നുന്നു മുമ്പത്തെ ക്ലാസ്സിലായിരുന്നു നമുക്ക് ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് 3 രീതിയിൽ നമുക്ക് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്പീക്കിംഗ് ആൻഡ് ലിസണിംഗ് ആണ്. ഇപ്പൊ ഞാൻ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ എടുക്കുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സ്പീക്ക് ചെയ്യാണ്, സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എൻ്റെ ആ ഒരു സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കവർ ചെയ്യുന്നത്. ഞാനിപ്പോ കമ്മ്യൂണിക്കേഷൻ ആണ് ടോപ്പിക്കാണ്, കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ഞാൻ മാത്രം എന്ത് ചെയ്യും ക്ലാസ്സിൽ സംസാരിക്കും. അപ്പൊ ലിസണേഴ്സ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ചെയ്യും, എല്ലാം ലിസൺ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർലി നിങ്ങളത് ലിസൺ ചെയ്യാണ്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനില് സ്പീക്കർ എന്ന് പറയുന്നത് ടീച്ചറാണ്. സ്പീക്കർ എന്ന് പറയുന്നത് ടീച്ചറാണ്. ലിസണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്? സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പോ the teacher speaks or give information respecting the subject or manner or moral, and the students are listening to the teacher. ടീച്ചേഴ്സ് സംസാരിക്കുന്നു. അപ്പോ ആ ഇൻഫർമേഷൻസ്, ആ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കുട്ടികൾക്ക് അത് പാസ് ചെയ്യുന്നു. അത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മൾ എടുത്തു കൊടുക്കണം. ദെൻ സ്റ്റുഡൻസ് ആണ്, സ്റ്റുഡൻസ് എല്ലാവരും ടീച്ചർ പറയുന്ന കാര്യത്തിന് ലിസൺ ചെയ്യണം. She should give her view in a clear manner. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ആ ഒരു കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ. സപ്പോസ് ഞാനിപ്പോ പറയുന്ന ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ ടീച്ചിങ്ങിനെ ബാഡ്ലി എഫക്ട് ചെയ്യും അല്ലെ?
ഞാൻ കുറെ നേരമായിട്ട് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. ഭയങ്കരമായിട്ട് ബോറടിക്കുകയാണെങ്കിൽ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഒരു ചാപ്റ്റർ തന്നെ ഇഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ ആ ടീച്ചറിനെ തന്നെ ഇഷ്ടാവില്ല. പണ്ട് നമ്മൾ ഹിസ്റ്ററിയുടെ ഒക്കെ ക്ലാസ് കേൾക്കുന്നത് ഓർമ്മയുണ്ടോ? നമുക്ക് സ്കൂളിലൊക്കെ ആയിരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ് കേൾക്കുന്നുണ്ട്, കണ്ണൊക്കെ തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും സ്വപ്നലോകത്തേക്ക് ആയിരിക്കും അല്ലെ. നമ്മൾ ഡിവിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു പോയിട്ടുണ്ടാവും. ഇങ്ങനെ കണ്ണ് തുറന്നിരുന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് ഹിസ്റ്ററി ക്ലാസ്സിൽ കയറണം. നല്ല രസമാണത്. അപ്പൊ ഷീ ഷുഡ് ഗീവ് ഹർ വ്യൂ ഇൻ എ ക്ലിയർ മാനർ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ നമ്മൾ ആ ഒരു കാര്യം ടോപ്പിക് കവർ ചെയ്യണം. ഹിയർ ടീച്ചർ ഇസ് ദി സ്പീക്കർ ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ദി ലിസണേഴ്സ്. അപ്പൊ കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ച് സ്പീക്കർ എന്ന് പറയുന്നത് ടീച്ചറും ലിസണേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസുമാണ്. Speaking is one of the quickest and simplest and most direct way of communication. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ഇഷ്ടം സ്പീക്കിംഗ് ആണ്. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് മെസ്സേജ് ചെയ്ത ടൈം കളയുന്നേക്കാൾ എനിക്ക് ഇഷ്ടം ജസ്റ്റ് വോയിസ് സെൻഡ് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ടൈപ്പ് ചെയ്യാനൊക്കെ ആലോചിക്കുമ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല. കാര്യം എനിക്ക് പറയാനാണ് ഇഷ്ടം, കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം. അല്ലെങ്കിൽ ഞാൻ കോൾ ചെയ്ത് സംസാരിക്കും. ആണെങ്കിൽ അപ്പൊ തന്നെ ഞാൻ കോൾ ചെയ്ത് സംസാരിക്കും. ദ എബിലിറ്റി ടു സ്പീക്ക് കംപ്ലീറ്റ്ലി ഇസ് എ സ്കിൽ. നമ്മൾ സംസാരിക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ദാറ്റ് ക്യാൻ ബി ലേൺഡ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊന്ന് ജസ്റ്റ് ഞാൻ ടീച്ചർ ആവുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു സ്കില്ല് അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു സ്കില്ല് എങ്ങനെ ലേൺ ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് +1 +2 ഒക്കെ പഠിക്കുന്ന സമയത്ത് എന്താ പറയാ, ടീച്ചർ നമുക്കൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. ഞാൻ കൊമേഴ്സ് ആയിരുന്നേ. കൊമേഴ്സില് അക്കൗണ്ട്സ് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണം. എപ്പോഴും ടീച്ചേഴ്സ് ആയിരിക്കും പറഞ്ഞു തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരും. ഇതിൽ ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ട്രയൽ ബാലൻസ്, ബാലൻസ് ഷീറ്റിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമ്മളത് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ഞാൻ ടീച്ചറിനെ അസൈൻ ചെയ്തത് ക്വസ്റ്റ്യൻ പറഞ്ഞു കൊടുക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്തെടുക്കണം. ഓരോ കാര്യങ്ങളും എവിടെയാണോ ഓരോ ബാലൻസ്, ഓരോ അഡ്ജസ്റ്റ്മെന്റും എങ്ങനെ പോസ്റ്റ് ചെയ്യേണ്ടത് പറഞ്ഞു കൊടുക്കണം. ക്ലാസ്സിൽ ടീച്ചർ ഉണ്ട്, ഞാൻ ടെസ്റ്റ് വായിക്കുകയാണ്, റീഡ് ചെയ്യാണ്. ഇന്നത് ഇവിടെ വരും, ഇന്നത് ഇങ്ങനെ വരും, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കാം. സോ ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞ് ടീച്ചേഴ്സ് എന്നോട് ചുമ്മാ ഇങ്ങനെ ചോദിച്ചു, ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതൊന്ന് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ജസ്റ്റ് ഞാൻ എന്ത് പറയാ, സ്റ്റോക്കൊക്കെ എടുത്ത് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അന്ന് ബോയ്സ് ലാബിന് കൊണ്ടുവരികയായിരുന്നു, കമ്പ്യൂട്ടർ ലാബിന് ബോയ്സിനെ കൊണ്ടുവരികയായിരുന്നു. ഞങ്ങൾ കമ്പ്യൂട്ടർ ആയിരുന്നു, കൊമേഴ്സ് 12th പഠിക്കുന്നതാണ്. അപ്പൊ ഞാൻ ഗേൾസ് മാത്രമേ ഉള്ളൂ, നമ്മുടെ കുട്ടികളെന്നല്ലേ. ഞാൻ വേഗം പോയിട്ട് ബോർഡിൽ അത് ബോക്സ് ഒക്കെ വരച്ച് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് ചെയ്ത് കാണിക്കുന്നു. അങ്ങനെ റിപ്പീറ്റ്ലി ചെയ്തു. ആ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നെ മിസ് വിളിച്ചിട്ട് മാറ്റെടുത്തിട്ട് പറഞ്ഞു, ഇത് നീ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ കറക്റ്റ് ഒരു ടീച്ചർ എങ്ങനെയായിരിക്കും പറഞ്ഞു കൊടുക്കുന്നത് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നല്ല മിസ്, പറഞ്ഞല്ലേ മിസ്, ലാസ്റ്റ് ക്ലാസ്സിൽ മിസ് പറഞ്ഞ പ്രോബ്ലം പോലെ തന്നെയായിരുന്നു ഇത്. ഞാൻ അതേപോലെ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ പറഞ്ഞത് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടോന്ന്. സോ എനിക്ക് ആ ഒരു എബിലിറ്റി ഉണ്ട് പറഞ്ഞു കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഞാൻ 12th +2 പഠിക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞ് ഞാൻ ആ സ്കില്ല് അവിടെ അടച്ചു വെച്ചതാ, അടച്ചു കൂട്ടി വെച്ചു. ഡിഗ്രിക്ക് പോയി. ഡിഗ്രിക്ക് പോയ സമയത്ത് അനിയത്തി ആ സമയത്ത് +1 +2 ആണ്. അവള് ഞാൻ ഡിഗ്രി 3rd ഇയർ ആയ സമയത്ത് അവള് +1. സോ ആ സമയത്ത് അവൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് കൊടുക്കാനായിട്ട് തുടങ്ങി. സോ അവൾക്ക് ക്യാച്ച് ചെയ്യുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുക്കുന്ന മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ ബിസിനസ്, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, എനിക്ക് ഫേവറേറ്റ് അക്കൗണ്ടൻസി ആണ്. അപ്പൊ അക്കൗണ്ടൻസി ആണ് സബ്ജക്റ്റുകൾ. അപ്പൊ പറഞ്ഞു കൊടുത്തപ്പോ ആൾക്ക് കുറച്ചുകൂടി ക്യാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് പറയുന്ന കാര്യം നമുക്ക് സ്കില്ല് പറഞ്ഞ് നമുക്ക് ആ ഒരു എബിലിറ്റി വരുള്ളൂ. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ് കേട്ടോ, വളരെ ചെറിയ കുട്ടികൾ. ഒരാള് UKG-ലും ഒരാള് 1st സ്റ്റാൻഡേർഡിലും, അനിയനും ചേച്ചി അനിയനും. അപ്പം അവരെയാണ് എടുക്കുന്നത്. അപ്പൊ എനിക്ക് ആ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ഈ കുഞ്ഞു കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന, കാരണം അവർക്ക് ബേസ് ഒന്നുമില്ല. നമ്മള്
എഴുതാനുള്ള ബേസ് ഇല്ല, അല്ലെങ്കിൽ റീഡ് ചെയ്യാനുള്ള ബേസ് ഇല്ല, പ്രൊനൗൺസ് ചെയ്യാൻ അറിയില്ല. എന്റെ അടുത്ത് വന്ന സമയത്ത് അവർക്ക് വായിക്കാൻ പോലും അറിയില്ലായിരുന്നു. സോ പതുക്കെ പതുക്കെ അത് അവരെ മാറ്റി അവർ കുറച്ച് നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്തപ്പോൾ അവർ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറഞ്ഞു. നിങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കരുത് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ എനിക്കൊരു ഹാപ്പി ആയി. അപ്പൊ അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കുഞ്ഞു കുട്ടികളാണല്ലോ, അവര് ഓരോ ക്ലാസ് പഠിപ്പിക്കുന്ന അനുസരിച്ച് ട്യൂഷനാണ് എടുത്തായിട്ട് വീട്ടില്. അപ്പൊ മനസ്സിലായി എന്തൊക്കെയുണ്ട്, പഠിപ്പിക്കാനുള്ള ഒരു സ്കിൽ ഉണ്ട് എവിടെയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ടീച്ചിങ് ഫീൽഡിലേക്ക് തന്നെ നോക്കിയത്. ടുഡേ ടീച്ചേഴ്സ് സ്പെൻഡ് 85% ഓഫ് ക്ലാസ് ടൈം ഇൻ സ്പീക്കിംഗ്. ഒരു ക്ലാസ് ടൈം എടുക്കുകയാണെങ്കിൽ 85% നമ്മൾ സംസാരിക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ തിയറി ക്ലാസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ സ്പീക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കുട്ടികൾക്ക് അത് സംസാരിപ്പിച്ചെടുക്കാന്ന് പറഞ്ഞ പാടാണ്. സോ നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. ഇപ്പം ട്രഡീഷണൽ ക്ലാസ് റൂമിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സ് ആയിരിക്കും ഫുള്ളായിട്ട് സ്പീക്ക് ചെയ്യുന്ന വ്യക്തി. കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആൻസർ മാത്രമായിരിക്കും കുട്ടികൾക്ക് അറിയുന്നത്. അടുത്തൊരു മെത്തേഡാണ് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്. നമ്മള് ടീച്ചിങ് എയ്ഡ്സ് മോഡൽസ് യൂസ് ചെയ്ത് കുട്ടികളെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ടീച്ചിങ് എയ്ഡ്സ് എന്താ, മോണ്ടിസോറിയിൽ നിങ്ങൾ കുറെ ടീച്ചിങ് എയ്ഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ആദ്യം പ്രിപ്പയർ ചെയ്ത ടീച്ചിങ് എയ്ഡ് ഏതായിരുന്നു? സാൻഡ് പേപ്പർ, ആൽഫബറ്റ് നമ്പേഴ്സ്, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്, ആൽഫബറ്റ് ചാർട്ട്, നമ്പർ ചാർട്ട്, പിക്ചർ വീല്, നമ്പർ വീല്, ഫ്രെയിംസ്, പിന്നെ നമ്മൾ പിൻ ടവർ, അങ്ങനെ ഓരോരോ മെറ്റീരിയൽസ്. ഇതെല്ലാം നമ്മുടെ ടീച്ചിങ് എയ്ഡ് ആണ്. ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ്. അപ്പൊ ഇത് യൂസ് ചെയ്ത് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ നമ്മൾ കുട്ടികളെ ആൽഫബറ്റ്സ്, നമ്മള് പ്രീ റൈറ്റിംഗ് കോഡ്സ് യൂസ് ചെയ്തതിനു ശേഷം കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യും, സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. സോ സാൻഡ് പേപ്പർ ആൽഫബറ്റ്സിലൂടെ അവർ എങ്ങനെയാണ് ആൽഫബറ്റ്സ് എഴുതുന്നതെന്ന് ട്രേസ് ചെയ്യാനാണ് ആദ്യം തുടങ്ങുന്നത്. ട്രേസ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് അവർ ഓട്ടോമാറ്റിക്കലി അത് അവർ സ്വയം ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ പതിയെ പതിയെ നമ്മൾ അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. അപ്പൊ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് എന്ന് പറയുമ്പോൾ കുട്ടികൾ കണ്ട് അത് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. നമ്മുടെ മോണ്ടിസോറിയിൽ ഏകദേശം ഈ ഒരു മെത്തേഡാണ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിംഗ് ആണ് മെയിൻ ആയിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലെ, എന്നുവെച്ചാൽ പിക്ചറൈസ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും അല്ലെ. പ്രൊജക്ടറിലൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രൊജക്ടറിലൊക്കെ ഇമേജസ് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ജസ്റ്റ് ടെസ്റ്റിലുള്ളതിനേക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ പിന്നെ എന്താ പറയാ, ഡ്രോയിങ് വരച്ച് കാണിച്ചു കൊടുക്കുമ്പോ നമ്മളിപ്പോ ഒരു എന്താ പറയാ ഹാർട്ടിന്റെ പടോ അല്ലെ ഹാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ടെസ്റ്റിലെ ഒരു ഇമേജ് കാണിച്ചു തന്ന് പഠിപ്പിക്കുന്നേക്കാൾ ഇത്രയും ഭംഗിയായിരിക്കും ടീച്ചർ അത് വരച്ച് നല്ല ഭംഗിയിൽ വരച്ചത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നമ്മൾ അത് മനസ്സിൽ കിടക്കും അല്ലെ. നമ്മുടെയൊക്കെ ടീച്ചേഴ്സ് വരയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ ബയോളജി ടീച്ചർ ഫൗസിയ എന്ന ടീച്ചറിന്റെ പേര്. ടീച്ചർ എന്താ പറയാ, നേരത്തെ വന്ന് ബോർഡിൽ ഈ ഇമേജ് വരച്ചിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ടീച്ചർ പറയും ഓരോ പാർട്സ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടാവും. നമ്മളത് ഓരോന്നും മാർക്ക് ചെയ്യണം. നമ്മൾ ആ പേരെടുത്ത് അവിടെ ചെന്ന് എഴുതൊക്കെ വേണം. നല്ല രസമാണ്. കാരണം നമ്മൾ ആ ഒരു ഇമേജ്, ഇപ്പോഴും ഞാൻ നിങ്ങളോട് ആ കാര്യം പറഞ്ഞില്ലേ, ഹാർട്ടിന്റെ ഇമേജ് എന്ന് ആ പറഞ്ഞ സമയത്ത് എനിക്ക് എന്റെ ക്ലാസ്സും ആ ഒരു ബ്ലാക്ക് ബോർഡും ടീച്ചറും പിന്നെ ആ ഒരു ഇമേജും ഓർമ്മയിലേക്ക് വന്നു. കാരണം അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമുക്ക് ആ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളൊരു കാര്യം ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. മോഡൽസ്, അതേപോലെ ഡ്രാമ, ചില ഇംഗ്ലീഷ് സ്റ്റോറീസ് അല്ലെങ്കിൽ ഡ്രാമയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര ബോറായിരിക്കും അല്ലെ. ജസ്റ്റ് ഇങ്ങനെ റീഡ് ചെയ്ത് കൊണ്ടുവരും അല്ലെ. ഒരാൾ പറയുന്ന ഒരു ഡയലോഗ് പറയുന്നു, നെക്സ്റ്റ് ഡയലോഗ് അങ്ങനെ പോകും. അപ്പൊ അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഓരോ കുട്ടികളെയും ഓരോ ക്യാരക്ടറായിട്ട് അസൈൻ ചെയ്തിട്ട് അവരൊരു ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മള് ഡ്രാമ അവതരിപ്പിക്കാറുണ്ട് ടീച്ചേഴ്സ് ഇല്ലേ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് വൺ ഓഫ് ദ ബെറ്റർ, നല്ലൊരു മെത്തേഡാണ്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ് പോലെ തന്നെ വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് നല്ലൊരു മെത്തേഡാണ്. ഇപ്പൊ നമ്മളൊരു ഫ്ലവർ എന്ന് പറഞ്ഞ ഇമേജ് കണ്ടു പഠിക്കുന്നതിലും ആ ഒരു ഫ്ലവറിന്റെ പാർട്സ് ആണ്. ഫ്ലവറിന്റെ പാർട്സ് നമ്മളത് കട്ട് ചെയ്ത് അത് സെപ്പറേറ്റ് ചെയ്തത് ഓരോ കുട്ടികളും അത് ഒബ്സർവ് ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ട് അതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അത് കുട്ടികൾക്ക് മനസ്സിൽ നിൽക്കും.
നമ്മൾ നോക്കുന്നത് വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ് ആണ്. In this, the teachers show some teaching aid or models for higher efficient teaching. അപ്പൊ കുട്ടികൾക്ക് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികളെ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ എന്ത് ചെയ്യും? ടീച്ചിങ് എയ്ഡ്സും മോഡൽസ് ഒക്കെ യൂസ് ചെയ്യും. നമ്മളെ സംബന്ധിച്ച് ഏതാണ്? സാൻഡ് പേപ്പർ ആൽഫബറ്റ്സും ആൽഫബറ്റ് ചാർട്ടൊക്കെയാണ് നമ്മളുടെ ടീച്ചിങ് എയ്ഡ്. Teachers projects through film strips etc. നമ്മൾ പ്രൊജക്ടറിലൂടെ ഫിലിംസ് അല്ലെങ്കിൽ ഫോട്ടോസും കാര്യങ്ങളും കാണിച്ചു കൊടുക്കും. Here the students are the observers. ഇവിടെ ഒബ്സർവ് ചെയ്യുന്നത് ആരാണ്? സ്റ്റുഡൻസ് ആണ്. കുട്ടികൾ ഒബ്സർവ് ചെയ്യണം. They observe well and store the message in their mind. കുട്ടികൾ ആ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും അവരുടെ മനസ്സിൽ അത് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. നമ്മളൊരു ക്ലാസ്സിൽ ടീച്ചർ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നതിലും ഒരു ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ പോലെ ഒരു കാര്യം കാണിച്ചു തരുന്നത് ഏതായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യാം? വീഡിയോ കാണിച്ചു തരുന്നത് അല്ലേ? നമുക്കൊക്കെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഫിലിംസിലും സിനിമയിലൊക്കെ ഡയലോഗ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ആകെ ഒരു പ്രാവശ്യം കണ്ട ഫിലിം ആണെങ്കിൽ പോലും നമ്മൾ ഡയലോഗും പാട്ടൊക്കെ കറക്റ്റ് ആയിട്ട് പഠിക്കും അല്ലെ? അതേപോലെ തന്നെ നമ്മൾ അത് കണ്ടിട്ടാണ് കാര്യം മനസ്സിലാക്കുന്നതെങ്കിൽ നമുക്ക് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഒരു മെസ്സേജ് നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്യും. If the teacher prepares and show the proper visual things, ടീച്ചർ ഇതിനെ കുറിച്ചിട്ട് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പർ ആയിട്ടുള്ള വിഷ്വൽ തിങ്സും കാര്യങ്ങളും കുട്ടികൾക്ക് പ്രസന്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികളുടെ മനസ്സിൽ അതങ്ങനെ സ്റ്റോർ ആവും. It assists observation of what is shown rather than an oral explanation. നമ്മൾ ഓറൽ ആയിട്ട് കാര്യം പറയുന്നതിലും എത്രയും നല്ലതാണെന്ന് അറിയാമോ എന്താ പറയാ ആ ഒരു വിഷ്വൽ നമുക്ക് ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. Okay, 1 minute. എനിക്ക് mistake വരുന്നുണ്ട് കേട്ടോ. Here they observe well and store the message in their mind if the teacher prepare and shows proper visual things. These types of communication contain showing along with the telling or explanation. നമ്മളൊരു ഇമേജ് കാണിക്കുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ അവർ കാര്യങ്ങൾ പറയുന്നുണ്ടാവും. നമുക്ക് ഓറലായിട്ട് ഒരു കാര്യങ്ങൾ പറഞ്ഞു തരും, നമുക്കത് കാണാൻ പറ്റും. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും അതിന് ഓറൽ എക്സ്പ്ലനേഷനോട് കൂടിയായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മള് ഇപ്പൊ പ്ലാന്റ്സിന്റെ പാർട്സ് ആണെങ്കിലോ അല്ലെങ്കിൽ വേണ്ട ഫ്ലവറിന്റെ പാർട്സ് ആണ്, ഫ്ലവർ കട്ട് ചെയ്തിട്ട് അതിന്റെ പല പാർട്സുകളും ഏതാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓരോ പാർട്സും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വ്യക്തമായിട്ടായിരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഒബ്സർവ് നമുക്ക് കൂടുതലായിട്ട് ഒരു ഓറൽ എക്സ്പ്ലനേഷനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് അത് ക്യാച്ച് ചെയ്യും. ഇറ്റ് occurs when the teacher wants to provide sensory impacts. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ സെൻസറി ഇമ്പാക്ട്സ് ആണ്, സെൻസ് അവിടെ വർക്ക് ചെയ്യാണ്, അവർ കാണാണ്, കേൾക്കുക മാത്രമല്ല കാണുകയും കൂടിയാണ്. അപ്പൊ അവരുടെ സെൻസറി ഇമ്പാക്ട്സും കാര്യങ്ങളും കൂടുതലായിരിക്കും. And when he feels that the written or spoken words may not be effective, നമുക്ക് ചില കാര്യങ്ങൾ റിയൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് കുറച്ചും കൂടി ആ ഒരു കാര്യത്തെ കുറിച്ച് നല്ല രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ, മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ ക്ലാസ് റൂമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കാൾ നിങ്ങൾക്ക് മനസ്സിലായത് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്ന് അത് കണ്ടത് വർക്ക് ചെയ്തപ്പോഴല്ലേ? അത് നമ്മൾ വർക്ക് ചെയ്തപ്പോഴാണ് കൂടുതൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായത്. അപ്പൊ നമ്മള് ഒരു കാര്യം അത് പറഞ്ഞ് നിങ്ങളത് കാണാൻ മാത്രമേ ചെയ്തത്, അത് കണ്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് അത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കുമ്പോൾ അത് കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പാക്ട്സ് കൊണ്ടുവരും. സ്പോക്കൺ വേർഡ്സിനേക്കാൾ അല്ലെങ്കിൽ റിട്ടേൺ വേർഡ്സിനേക്കാൾ അതിനൊരു ഇമ്പാക്ട്സ് കൂടുതലായിരിക്കും. ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയ ഓർ ഇൻഫർമേഷൻ ത്രൂ ഡ്രോയിങ്സ്. നമ്മൾ പറയാറില്ലേ, പിക്ചറിലൂടെ ഒരാൾ ഒരു കാര്യം പറയാണ് അല്ലെങ്കിൽ അയാളുടെ ഐഡിയ പറയാണ്, ഇൻഫർമേഷൻസ് പറയാന്ന് പറയുമ്പോൾ നമുക്ക് ആ പിക്ചർ ഒബ്സർവ് ചെയ്യുന്നതിലൂടെ ആ ഡ്രോയർ അല്ലെങ്കിൽ ആ ഒരു കലാകാരൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മോഡൽസ് ഓർ ഡ്രാമസ്റ്റേഷൻ, ഡെമോൺസ്ട്രേഷൻ, ഫിലിംസ്, television
are examples of these types of communication. അപ്പോൾ നമ്മുടെ വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിങ്ങിന്റെ മെയിൻ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടൈപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. നമ്മള് സഫാരി എന്ന് പറയുന്ന ചാനൽ അറിയാം നിങ്ങൾക്ക്? സഫാരി ആ ചാനല് നല്ല ചാനലാണ്. കാരണം നമുക്ക് ഈ ഒരു വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിങ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാനലാണത്. ഇപ്പോ നമുക്ക് കാണാം, അതിലൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അതിൽ നിന്നും. അപ്പോൾ വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിങ് വൺ ഓഫ് ദ മെയിൻ മെത്തേഡ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിലേക്ക് വരാം. ടീച്ചേഴ്സ് കാര്യങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നു, കുട്ടികൾ അതെല്ലാം ഒബ്സർവ് ചെയ്യുന്നു. ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാൾ എത്രയോ ബെറ്റർ ആണ് വിഷ്വലൈസിംഗ് ആൻഡ് ഒബ്സർവിങ്. നെക്സ്റ്റ് ആണ് റൈറ്റിംഗ് ആൻഡ് റീഡിങ് കേട്ടോ. ഓക്കെ, റൈറ്റിംഗ് ആൻഡ് റീഡിങ്ങിന് മുമ്പ് ഞാൻ നിങ്ങളോട് ചോദിക്കാം, മോണ്ടിസോറിയില് ആദ്യം ഏത് ആക്ടിവിറ്റിയാണ് ഫസ്റ്റ് വരുന്നത്? റൈറ്റിംഗ് ആണോ റീഡിംഗ് ആണോ? ഓർമ്മയുണ്ട്. അപ്പൊ നമ്മള് റൈറ്റ് ചെയ്തതിനു ശേഷമാണ് റീഡിങ്ങിലേക്ക് വരുന്നത്. To make her teacher suitable without doubt, the teacher write her information on the blackboard each day. നമ്മളിപ്പോ മാത്സ് ഒക്കെയാണ്, പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യും? ബ്ലാക്ക് ബോർഡിലെ പ്രോബ്ലം കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്നൊരു വേർഡ് ഈസി കോപ്പി ചെയ്യും അല്ലെ? ടീച്ചർ എന്താണോ ബോർഡിൽ എഴുതിയിരിക്കുന്നത് അത് പക്ക നമ്മളത് എന്ത് ചെയ്യും? പകർത്തി വെക്കും. അപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല, കുട്ടികൾ ആദ്യം അത് കാണണം, അത് റീഡ് ചെയ്യണം. ടീച്ചർ ഇപ്പൊ നോട്ട്സ് ആണ് തന്നെങ്കിലും നമ്മൾ എങ്ങനെയാണ് ഫുൾ ആയിട്ട് ഇങ്ങനെ ബോർഡ് നോക്കിയിട്ട് ബുക്കിലേക്ക് നോക്കാണ്ട് ഇങ്ങനെ ഇരുന്ന് എഴുതുന്ന കുട്ടികളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ബോർഡിൽ അത് എഴുതി കൊടുത്തു കഴിഞ്ഞാല് ചില കുട്ടികള് നോട്ട്ബുക്കിലേക്ക് നോക്കില്ല, ടീച്ചർ എന്താണ് എഴുതുന്നതിനനുസരിച്ച് എഴുതി അങ്ങനെ പോകും. ശരിക്കും അങ്ങനെയല്ല നമ്മൾ കോപ്പി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. നമ്മൾ ആദ്യം അത് റീഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അത് റീഡ് ചെയ്തതിനു ശേഷം ഓരോ സെന്റൻസ് റീഡ് ചെയ്ത് നമ്മൾ റൈറ്റ് ചെയ്യണം. ഓരോ വേർഡ് റീഡ് ചെയ്യാം, അത് റൈറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. Then the students are reading the first and starting in their notebook. അത് റീഡ് ചെയ്തിട്ട് കുട്ടികൾ നോട്ട്ബുക്കിലേക്ക് എഴുതാൻ തുടങ്ങണം. After that, the students submit their assignment to the teachers. കുട്ടികൾ ബ്ലാക്ക് ബോർഡ് നോക്കി എഴുതി കഴിഞ്ഞാലും ടീച്ചർ അത് ചെക്ക് ചെയ്യണം. നിങ്ങളിപ്പോ UKG-ലോ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അത് കോപ്പി ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മളതൊന്നും കൂടി ഓവറോൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. കാരണം ഈ കുട്ടികൾ ബ്ലാക്ക് ബോർഡ് നോക്കി എഴുതുമ്പോൾ മേ ബി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുത്തും. എല്ലാം കറക്റ്റ് ആവും എന്നില്ല കേട്ടോ, കുട്ടികളല്ലേ, അവർക്ക് മിസ്റ്റേക്ക് വരും. അപ്പൊ നമ്മള് എന്ത് ചെയ്യണം? ആ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി ചില കുട്ടികൾ ഞാൻ പറഞ്ഞ പോലെ ബ്ലാക്ക് ബോർഡ് മാത്രം നോക്കി എഴുതി, നോട്ട്ബുക്കിലേക്ക് നോക്കില്ല, ബ്ലാക്ക് ബോർഡിലേക്ക് മാത്രം നോക്കിയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കും. അവരുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ബാഡ് ആയിരിക്കും. അങ്ങനെ എഴുതുന്ന കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ബാഡ് ആയിരിക്കും. നമ്മൾ അവരോട് കാണിച്ചു ചെയ്യാം, നല്ല രീതിയിൽ എഴുതണം, കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയാണ് കോപ്പി ചെയ്യുന്നത്. ഷീസ് ഗോസ് ത്രൂ ഇറ്റ്. അങ്ങനെ നമ്മള് എല്ലാ കുട്ടികളുടെയും ബുക്സും കാര്യങ്ങളും ചെക്ക് ചെയ്യണം. അത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുള്ള നമ്മൾ എഡിറ്റ് ചെയ്യണം. അതിനൊക്കെയുള്ള ടൈം നമ്മൾ ക്ലാസ് അവേഴ്സിൽ തന്നെ കണ്ടെത്തണം. Here the teacher is the reader to check whether the students will get the message or write note. നമ്മൾ ആ എഴുതി കൊടുത്ത കാര്യം അവർ കറക്റ്റ് ആയിട്ട് അവരുടെ നോട്ടിലേക്ക് പകർത്തിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട, റീഡ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ ഓരോ ടീച്ചേഴ്സിനാണ്. If they makes a mistake, she should correct them. കുട്ടികൾ ചിലപ്പോൾ മിസ്റ്റേക്ക് വരുത്തും, ചിലപ്പോൾ ഈസ് എന്നുള്ളത് വാസന എഴുതും, അങ്ങനെയുണ്ട്. ഈസ് ഒക്കെ എഴുതുമ്പോൾ സ്പെല്ലിങ് നമുക്ക് തന്നെ വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ അത് വെട്ടിയിട്ട് അതിന് മുകളിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കണം. റെഡിങ് കൊണ്ട് തന്നെ ചെയ്യാം. This type of communication in classroom guide the students to do their work carefully. അങ്ങനെ നമ്മൾ എഡിറ്റിംഗ് കൊടുക്കുമ്പോൾ അവർ കറക്റ്റ് കുട്ടികളെ ഗൈഡ് ചെയ്യാണ്, കറക്റ്റ് ആയിട്ട് അത് ചെയ്യണം. ഇത് നമ്മൾ ട്രഡീഷണൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആണ് പറയുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്യാനുള്ള ഒരു ഗൈഡൻസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. Through this communication, we can easily find out how the teacher would pass. അത് മിസ്റ്റേക്ക് ആണല്ലേ? Find out how the teachers would pass
Then information to students. ഇതൊരു ഈസിലി ഒരു ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. കുട്ടികൾക്ക് ടീച്ചർ ബ്ലാക്ക് ബോർഡിൽ എഴുതി കൊടുക്കുന്നു, കുട്ടികൾ അത് കോപ്പി ചെയ്യുന്നു, കുട്ടികൾക്ക് അത് കാര്യം മനസ്സിലാകുന്നു. ഇതെന്താണ് ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. When the teacher is shared with the class, she is not only concerned with the batch of students but also the entire classroom. അപ്പൊ നമ്മുടെ കാര്യം പറഞ്ഞു കൊടുക്കാൻ ക്ലാസ്സിൽ ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ ആ കുട്ടീനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടല്ല ക്ലാസ് റൺ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ എൻ്റയർ ക്ലാസ്സിലേക്ക് ആ ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടോ, ക്ലാസ് റൂമിലെ എല്ലാ കുട്ടികൾക്കും ആ ഒരു കാര്യം മനസ്സിലായോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. സോ നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്നെടുത്തത്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ നമ്മുടെ സ്റ്റുഡൻസിനോട് ടീച്ചേഴ്സ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ പറഞ്ഞത്. നമുക്ക് the communication between the teachers and the students in classroom for transforming information is called classroom communication. നമ്മൾ ക്ലാസ്സിൽ ടീച്ചേഴ്സ് സ്റ്റുഡൻസിനോട് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, ആ ഒരു ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുന്ന രീതിയെയാണ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കണ്ടിട്ട് ഓക്കെ. അപ്പൊ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷനിൽ 3 രീതിയിലാണ് നമുക്ക് മെയിൻ ആയിട്ട് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ വരുന്നത്. സ്പീക്കിംഗ് ആൻഡ് ലിസണിങ്, വിഷ്വലൈസിങ് ആൻഡ് ഒബ്സർവിങ്, റൈറ്റിംഗ് ആൻഡ് റീഡിങ്. എല്ലാവരും ഒന്ന് റീഡിങ് നോക്കോ. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ, ടൈപ്സ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ.
എല്ലാവരും റെഡി ചെയ്തോ? ഓക്കെ. അപ്പോൾ നമ്മളിനി വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മളുടെ നെക്സ്റ്റ് ടോപ്പിക്. ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷന്റെ വെറൈറ്റീസ് ടൈപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇൻ classroom communication, teaching is done through the following varieties of communication. താഴെ പറയുന്നത് ഏതെങ്കിലും രീതിയിലായിരിക്കും ടീച്ചിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഫസ്റ്റ് വൺ ഈസ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ബോറാണ്. നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സബ്ജക്ട് എടുക്കുന്ന ടീച്ചർ എടുത്തിട്ടുണ്ടാവും. ഫസ്റ്റ് സബ്ജക്ട് എടുത്തോണ്ട് വന്നിട്ട് ആ ഒരു ക്ലാസ് നമുക്ക് കണ്ടക്ട് ചെയ്ത് തരും. ജസ്റ്റ് റീഡ് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യും. വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ് എന്ത്? ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ആ ടോപ്പിക് മാത്രം അവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഡിസ്കസ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ടോപ്പിക് എടുക്കുന്നു, കുട്ടികളും ടീച്ചേഴ്സും കൂടി ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നു. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കുട്ടികൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ആരോട് ചോദിക്കും? ടീച്ചേഴ്സിനോട് ചോദിക്കും. ടീച്ചേഴ്സ് എന്ത് ചെയ്യും? ടീച്ചേഴ്സ് ആ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയും. സോ ദാറ്റ്സ് എ ടു വേ കമ്മ്യൂണിക്കേഷൻ. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ റേഡിയോനെ ആലോചിച്ചാൽ മതി. ഓക്കെ. വൺ വേ കമ്മ്യൂണിക്കേഷൻ എന്താണ് എക്സാമ്പിൾ? റേഡിയോ. റേഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. തിരിച്ചെന്തെങ്കിലും ഇൻഫർമേഷൻ അതിൽ പാസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ടു വേ കമ്മ്യൂണിക്കേഷൻ നമ്മളൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് റിപ്ലൈ പറയാം. നമ്മളോട് ഒരാള് ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു കാര്യം അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിലും ഓരോ ടോപ്പിക് തരും. എന്നിട്ട് ആ ടോപ്പിക് ഗ്രൂപ്പ് ലീഡർ, നിങ്ങൾ ടീം മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇപ്പൊ നമ്മള് 18 സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ രണ്ടുപേരും പോയിക്കാൻ 16 കുട്ടികളുണ്ടെന്ന് വിചാരിക്കും. 4 ഗ്രൂപ്പായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. 4 കുട്ടികളുള്ള 4 ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിലും ഓരോ ലീഡേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ആ ടോപ്പിക്ക് ഞാൻ ഓരോന്ന് തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ലീഡറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അത് ലീഡർ ആയിരിക്കും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ആളെ നിങ്ങൾ എന്ത് ചെയ്യും? ലീഡറായിട്ട് സെലക്ട് ചെയ്യും. നല്ല കോൺഫിഡന്റ് ആയിട്ട് ടീച്ചറിനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? കോൺഫിഡന്റ് ആയിട്ട് സെലക്ട് ചെയ്യും. നെക്സ്റ്റ് ആണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ടോപ്പിക് തന്നിട്ടുണ്ടാവും എല്ലാവർക്കും സെമിനാർ എടുക്കാനായിട്ട്. ഡിസ്കഷൻ സെഷൻ ആയിരിക്കും. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തത് ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കും. അതാണ് ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ലാബുകളില് സയൻസ് ലാബിലൊക്കെ പോയിട്ടില്ലേ? സയൻസ് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതിലുണ്ടോ സയൻസ് പഠിച്ചത്? നിങ്ങൾ ലാബിലൊക്കെ ചെന്നിട്ട് അവിടെ മിനിമം കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ റിസൾട്ട് അവിടെ ഷോ ചെയ്യുന്നത് അല്ലെ? ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നില്ല. അവിടെ നമ്മൾ ആക്ടിവിറ്റി ചെയ്ത് അതിന്റെ റിസൾട്ട് ആയിരിക്കും നമ്മളവിടെ മനസ്സിലാക്കുന്നത്. സോ അവിടെയാണ് നോ ഓർ മിനിമം കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഓക്കെ. നമുക്ക് ഈ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് ഒരു ഡിബേറ്റ് എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. എന്താ ഡിബേറ്റ് അറിയോ? ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. ടോപ്പിക് ഡിബേറ്റ് ആണ്. ഡിബേറ്റ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ടോപ്പിക് ഞാൻ പറയാം. ഇന്ന് കുട്ടികളില് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്നത്തെ കുട്ടികളില് മൊബൈൽ ഫോണിന്റെ യൂസേജിന്റെ ഒരു വശം എന്ന് പറയുന്നത് മെറിറ്റ്സ് പറയണം. നല്ല വശം ഒരു ടീം പറയണം, മോശം വശം ഒരു ടീം പറയണം. മനസ്സിലായോ? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് മൊബൈൽ ഫോൺ നല്ലതാണ്, കുട്ടികളിൽ നല്ല രീതിയിൽ അത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ടീച്ചിങ്ങിന്റെ കാര്യത്തിലൊക്കെ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വശം നമ്മൾ പറയണം. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരാൾ പറയും. അപ്പൊ നമ്മളിപ്പോ ഒരു ടോപ്പിക് പറയുമ്പോൾ എല്ലാവരും അത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ആ ടോപ്പിക് ഡീൽ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മൊബൈൽ ഫോണിന്റെ ഉപയോഗം നല്ലതല്ല എന്ന് നമുക്ക് അറിയാമായിരിക്കും. പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ടോപ്പിക്കിൽ തന്നെ എന്ത് ചെയ്യണം? ഉറച്ചു നിൽക്കണം. അപ്പം നല്ലതാണെന്ന് പറഞ്ഞാൽ അത് നല്ലതാണെന്ന് തന്നെ ഉറച്ചിക്കണം. ഓക്കെ. മാറ്റി പറയാനായിട്ട് പാടില്ല. സാധാരണ ഈ ഡിബേറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ ഡിബേറ്റ് കൊടുത്ത ആളും ഓപ്പോസിറ്റ് പറഞ്ഞ ആളും ലാസ്റ്റ് രണ്ടുപേരും കൂടി ഒരുമിക്കും.
അവർ രണ്ടുപേരും പറയും, എന്താ രണ്ട് ടീമും കൂടി പറയും മൊബൈൽ ഫോൺ നല്ലതല്ല കുട്ടികൾക്ക്. അങ്ങനെ പാടില്ല കേട്ടോ. മൊബൈൽ ഫോണിന്റെ യൂസേജിന്റെ പോസിറ്റീവ് സൈഡ് പറയുന്നവര് പോസിറ്റീവ് സൈഡ് മാത്രം പറയാം, നെഗറ്റീവ് സൈഡ് പറയുന്നവർ നെഗറ്റീവ് സൈഡ് മാത്രം പറയാം. നമ്മൾ സംവാദങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ എക്സാമ്പിൾ പറയാണ്, ഞാൻ നല്ലത് ഒരു കാര്യം പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞതിന് ഓപ്പോസിറ്റ് നസീറ ആയിരിക്കും ഞാൻ പറഞ്ഞ ടോപ്പിക്കിന് ഓപ്പോസിറ്റ് പറയുന്നത്. അപ്പൊ നസീറയ്ക്ക് ഓപ്പോസിറ്റ് അടുത്ത ആള് പറയും, ലൗലി പറയും. ലൗലി പറയുന്നതിന് ഓപ്പോസിറ്റ് അടുത്ത ആള് പറയും. അങ്ങനെ നമുക്ക് ഡിബേറ്റ്. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നിങ്ങള് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ടീമായിട്ട് തിരിയാം. ഏതാണ് പോസിറ്റീവ് ടീമിനൊപ്പമാണോ നെഗറ്റീവ് ടീമിനൊപ്പമാണോ കൂടുന്നത് എന്നുള്ളത് നോക്കാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ടീം നല്ല രീതിയിൽ മനസ്സിലാക്കാം. പോസിറ്റീവ് നോക്കുന്നവരെല്ലാവരും പോസിറ്റീവ് തന്നെ നോക്കിയാൽ മതി, നെഗറ്റീവ് നോക്കുന്നവരെല്ലാവർക്കും നെഗറ്റീവ് നോക്കാം. എന്നിട്ട് നമുക്കത് ക്ലാസ്സിൽ കണ്ടക്ട് ചെയ്യാം, ഡിബേറ്റ്. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളത്തിൽ മതി. ഓക്കെ, നമ്മൾ ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ രണ്ട് ടീം ലീഡേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്യാം. നിങ്ങൾ തന്നെ ചെയ്താൽ മതി. രണ്ട് ടീം ലീഡേഴ്സ് വേണം. പോസിറ്റീവ് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ലീഡറും നെഗറ്റീവ് പറയുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ലീഡറും. ലീഡർ വേണം ആരൊക്കെയാണ് ടോപ്പിക് എടുക്കുന്നത് എന്നൊക്കെ നോക്കാനും ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കാനും ആര് നിൽക്കണം? ലീഡർ ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ. ആ ഒരു വ്യക്തി, നമ്മുടെ ആ ഗ്രൂപ്പിന്റെ റെപ്രസെന്റേറ്റീവ്, ആ ഒരു വ്യക്തി ആയിരിക്കും ആദ്യം സംസാരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോലെ രണ്ടുപേരും കൂടി ഒരുമിക്കാൻ പാടില്ല, രണ്ട് ടീമും കൂടി ലാസ്റ്റ് ഒരുമിക്കാൻ പാടില്ല കേട്ടോ. സാധാരണ ഞാൻ ഈ ഡിബേറ്റ് കൊടുത്തിട്ട് ഞാനിത് കാണുന്നത് ഇവർ രണ്ടുപേരും കൂടി ലാസ്റ്റ് പറയും അങ്ങനെ പറഞ്ഞതിൽ കാര്യമുണ്ടെന്നൊക്കെ പറഞ്ഞെങ്കിൽ പറയും. സോ അങ്ങനെ പാടില്ല. നമ്മള് ഏത് പോയിന്റിലാണോ ഉറച്ചു നിൽക്കുന്നത് നമുക്കിപ്പോ അത് കറക്റ്റ് ആണ്. നമ്മുടെ മനസാക്ഷിനോടൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോ നമ്മളത് കറക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞു പോകും. സോ അതുകൊണ്ട് നമ്മൾ ഏത് ടോപ്പിക്കാണോ സെലക്ട് ചെയ്യുന്നത് ആ ടോപ്പിക്കിൽ തന്നെ നിലനിൽക്കണം. ഓക്കെ, നമ്മൾ സ്റ്റാൻഡ് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയത് വെറൈറ്റീസ് ഓഫ് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് ഫസ്റ്റ് വരുന്നത്. എന്താണ് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ? ഇവിടെ ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ശരിക്കും പറഞ്ഞൊരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. റേഡിയോ പോലെ ടീച്ചർ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കും, കുട്ടികൾ എല്ലാവരും ലിസൺ ചെയ്യും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ് കേട്ടിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് നമ്മളിപ്പോ എടുക്കുന്ന ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണോ എന്ന്. ആരും ഒന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഓക്കെ, ചിലപ്പോ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒക്കെ വരുന്നത് കൊണ്ട് സ്വയം മ്യൂട്ട് ആവുന്നതാണെന്ന് പറയായിരിക്കും. എന്നാലും എനിക്കൊരു ഫീല് ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പോലെ ആവുന്നുണ്ട്. അപ്പോ ഞാൻ ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചർ ആയിരിക്കും ടോപ്പിക്കിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇന്നതാണ് ടോപ്പിക് എന്ന് പറയും. ടീച്ചർ എന്നത് എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങൾ അതിൽ പറഞ്ഞു വെക്കും. ദെൻ അതിനെക്കുറിച്ച് സംസാരിക്കും, അതിനെക്കുറിച്ച് തീമിനെ കുറിച്ച് സംസാരിക്കും. ലാസ്റ്റ് ഒരു കൺക്ലൂഷൻ സെഷൻ ഉണ്ടാവും. ടീച്ചർ എന്ത് ചെയ്യും, ആ ടോപ്പിക് കൺക്ലൂഡ് ചെയ്യും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ടീച്ചറാണ് ഫോഴ്സ്ഫുൾ, ഓൾവേസ് ഫോഴ്സ്ഫുൾ. നിങ്ങളോട് പഠിക്കുക, ഞാൻ പറയുന്ന കേക്ക് ശ്രദ്ധിക്കുക, ഇവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നൊക്കെ പറയും. റോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, നമ്മുടെ ലിസണേഴ്സിന്റെ റോൾ എന്താണ്? ഇപ്പൊ ലെക്ചർ ബേസ്ഡ് ക്ലാസ് റൂമിലാണ് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ലിസണേഴ്സിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ലിസൺ ടു ലിസൺ. കേൾക്കൂ, സൈലന്റ് ആയിട്ടിരിക്കൂ, ഞാൻ പറയുന്നതെല്ലാം കേൾക്കൂ എന്നൊക്കെ പറയേണ്ടി വരും. പിന്നെന്താണ്, അത് ഗ്രഹിക്കണം. നമ്മൾ പ്രിസർവ്സ്, നമ്മളത് ഗ്രഹിക്കണം. അസിമുലേറ്റ്, നമുക്ക് മനസ്സിലാക്കി എടുക്കണം. ഇവിടെ നോ കമ്മ്യൂണിക്കേഷൻ എമംഗ് ദ സ്റ്റുഡൻസ് ദംസെൽഫ്. ഒരു ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ കുട്ടികൾ തമ്മിൽ പരസ്പരം ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കാനായിട്ട് ടീച്ചേഴ്സ് അലൗ ചെയ്യില്ല. എല്ലാവരും ടീച്ചറിനോട് തന്നെ സംശയങ്ങൾ ചോദിക്കേണ്ടതായിട്ട് വരും. പരസ്പരം നിങ്ങൾ ഡൗട്ട് ഒന്നും ചോദിക്കാനുള്ള ടൈമൊന്നും ആര് തരില്ല, ടീച്ചർ തരില്ല. ലെക്ചർ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ഒരാൾ റീഡ് ചെയ്തേ. Lecture based communication. When the teacher introduced the lesson, when he explained, demonstrates a skill, when he talks, lectures about them, when he sums up a lesson,
Here the teacher is always forceful. It is a one-way communication. The learner's role is to listen, possessive and stimulate. There is no communication among the students themselves. Thank you. ലെസൺ ബേസ്ഡ് കമ്മ്യൂണിക്കേഷനിൽ ടീച്ചർ തന്നെ ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ടീച്ചർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. ആ ടോപ്പിക്കിന്റെ തീം അവിടെ ഡിസ്കസ് ചെയ്യുന്നു, കൺക്ലൂഡ് ചെയ്യുന്നു. ടീച്ചർ ഫോഴ്സ്ഫുൾ ചെയ്യുന്നതോട് പഠിക്കുക, ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത് കാര്യങ്ങൾ കേൾക്കൂ. ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചർ പറയുന്നത് മാത്രമേ നമുക്ക് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ലിസൺ ചെയ്യുക. പിന്നെ ലിസണേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത് ലിസൺ ആണ്. കേൾക്കുക, ഗ്രഹിക്കുക, അത് ഗ്രഹിച്ച കാര്യങ്ങളൊന്ന് അസിമുലേറ്റ് ചെയ്യുക. ഇവിടെ നമ്മുടെ കുട്ടികൾ തമ്മിൽ പരസ്പരം ക്ലാസ് ടൈമിൽ ഡൗട്ട് പോലും ചോദിക്കാൻ അലൗ ചെയ്യണം. ടീച്ചർ പറഞ്ഞ കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഫ്രണ്ട്സിന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുട്ടികൾ എന്ത് ചെയ്യില്ല, പറഞ്ഞു തരിക. കമ്മ്യൂണിക്കേഷൻ എന്നത് സ്റ്റുഡൻസ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അലൗ ചെയ്യുക. അടുത്താണ് ഡിസ്കസ്ഡ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഒരു ടോപ്പിക് എടുക്കാണ്. ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ടീച്ചർ ആ ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ടീച്ചർ ആസ്ക് ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റുഡൻസ് ഗീവ് ദ ആൻസർ. ടീച്ചർ എന്ത് ചെയ്യും, ആ ഒരു ടോപ്പിക് സംസാരിച്ചതിന് ശേഷം അതിനെ കുറിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. കുട്ടികൾ അതിന്റെ ആൻസർ പറയും. സ്റ്റുഡൻസ് പിന്നെ നമ്മൾ കുട്ടികളായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ടീച്ചർ ശാന്തമായിട്ട് നിന്നിട്ട് ആ ഓരോ ക്വസ്റ്റ്യനും ടീച്ചർ എന്ത് ചെയ്യാനായിട്ട് വരും, ആൻസർ ചെയ്യുന്നതായിട്ട് വരും. നോട്ട് ഓൾവേസ് ഡോമിനന്റ്. ഇവിടെ ടീച്ചർ ആവണമെന്നില്ല ഡോമിനന്റ് പൊസിഷനിൽ. വെച്ചാൽ എല്ലാം എനിക്കറിയാം എന്നൊരു തിങ്കിങ്ങില് ടീച്ചർ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ചിലപ്പോൾ ടീച്ചർ ആവണമെന്നില്ല. നമുക്ക് കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. കുട്ടികൾ നമ്മളവിടെ ഷെയർ ചെയ്യുന്ന ഐഡിയാസിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇതൊരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്. ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ് ഇത് ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ കുട്ടികളെ കുറച്ചും കൂടി മോർ ഇൻവോൾവ്മെന്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് നോ കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്റ്റിൽ ദെയർ ഇസ് നോ കമ്മ്യൂണിക്കേഷൻ എമംഗ് സ്റ്റുഡൻസ് ദംസെൽഫ്. ടീച്ചർക്ക് കുട്ടിയുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പക്ഷേ എന്നിരുന്നാലും കുട്ടികൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ അലൗ ചെയ്യുന്നില്ല കേട്ടോ. അപ്പൊ ഡിസ്കഷൻ ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ നോക്കാം. നസീറ വായിച്ചു വരാം. Discourse-based communication. When the teacher asks questions and students give answer. When the students comments questions or raise their doubts and the teacher responds. Here the teacher is not always dominant. It is a two-way communication. There is no more students involvement and student participation. Still there is no communication among the students themselves. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളൊരു കാര്യത്തെ കുറിച്ചിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നു. അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, സ്റ്റുഡൻസ് പറയുന്നു. നിങ്ങൾക്ക് സ്റ്റുഡൻസിന് എന്തെങ്കിലും സംശയമായി സ്റ്റുഡൻസ് എന്ത് ചെയ്യും, ടീച്ചേഴ്സിനോട് ചോദ്യം ചോദിക്കുന്നു. ടീച്ചേഴ്സ് അവിടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. നെക്സ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആണ് ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ സ്റ്റുഡൻസിന് ചെറിയ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഗ്രൂപ്പിനും ഓരോ ടാസ്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അസൈൻ ചെയ്ത് കൊടുക്കും. അതിന്റെ സ്റ്റുഡൻസ് ചില പ്രാക്ടിക്കൽ വർക്ക് ആവാം, സയൻസ് ലെസൺ ആസ് എ ടീം, അല്ലെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക് ആയിട്ട് വന്നിരിക്കുന്നത് അതൊരു സെമിനാർ പോലെ ചെയ്യാനായിരിക്കും. അപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് കൊടുക്കും. അപ്പൊ ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് ആ ഗ്രൂപ്പ് എന്താ പറയാ, ഗ്രൂപ്പ് മെമ്പേഴ്സും ഗ്രൂപ്പ് ലീഡറിനോട് സംസാരിക്കും. ദെൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് അത് ആരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, ഗ്രൂപ്പ് ലീഡറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഗ്രൂപ്പ് ലീഡർ ആയിരിക്കും ആ ഒരു ഐഡിയ എന്ത് ചെയ്യുന്നത്, ടീച്ചറിനോട് അല്ലെങ്കിൽ ഹോൾ ക്ലാസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റുഡൻസിനെ നമ്മൾ സ്മോൾ ഗ്രൂപ്പ്സ് ആക്കി ഡിവൈഡ് ചെയ്ത് അവർക്ക് ഓരോ ഗ്രൂപ്പിനും ഓരോ ആക്ടിവിറ്റി, ഓരോ പ്രാക്ടിക്കൽ വർക്ക് കൊടുക്കുന്നു. ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരുമിച്ച് എല്ലാവരും ഒരുമിച്ചായിരിക്കും നമ്മൾ കൊടുക്കുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ പറഞ്ഞ് ഒരാൾ റെഡിയാക്കി. Group-based communication. When the students work in a small group. When the student do practical work in a science lesson as a
team, her communication takes place between the group leader and the teacher among group members. Thank you. അപ്പോൾ അവിടെ കമ്മ്യൂണിക്കേഷൻ ആരൊക്കെ തമ്മിൽ മാത്രമേ ഉണ്ടാവുള്ളൂ? നമ്മുടെ ഗ്രൂപ്പ് ലീഡറും ടീച്ചേഴ്സും ഗ്രൂപ്പ് മെമ്പേഴ്സും മാത്രമേ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അവർ തമ്മിൽ അവരുടെ ഐഡിയാസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. നെക്സ്റ്റ് ഗ്രൂപ്പിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പൊ ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓരോ ഗ്രൂപ്പിനും ഓരോ ടോപ്പിക് നമ്മൾ കൊടുത്തു. ടോപ്പിക് ബേസ് ആണെങ്കിൽ ടോപ്പിക് ബേസ്, ഒരു ആക്ടിവിറ്റി ബേസ് ആണെങ്കിൽ ഒരു ആക്ടിവിറ്റി ബേസ്, ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു. ആ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. എന്നിട്ട് ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പ് ലീഡേഴ്സും ടീച്ചേഴ്സും ഗ്രൂപ്പ് മെമ്പേഴ്സും നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നമ്മള് ഒരു ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ എക്സാമ്പിൾ പ്രോജക്റ്റ് പറയാൻ പറ്റില്ല അല്ലെ? ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ഗ്രൂപ്പ് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ. ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ടീച്ചേഴ്സ് ഓരോ ഗ്രൂപ്പിനും ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് ഓക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് ഡിഫറൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടൈപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ, ഇവിടെയാണ് സെമിനാർസ് ഒരു ഡിസ്കഷൻ സെഷൻ ഒക്കെ വരുന്നത്. കുറച്ചും കൂടി എന്താണ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ ആണ്, ഇന്നോർന്നൊക്കെ കണ്ടപ്പെട്ടത് അത് ഓക്കെ. ഇത് സെമിനാർസ് ഡിസ്കഷൻ സെഷനുകളൊക്കെയാണ്, ഡിസ്കഷൻ രീതിയിലൊക്കെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നത്. Picking order between teachers and students disappear. Here the group including the teachers in concerned with the topic. നമ്മുടെ ടോപ്പിക്കിനെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു കാര്യങ്ങൾ പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഡിബേറ്റ് എന്ന് പറയുന്നത്, ഡിബേറ്റ്. അപ്പൊ അതില് എനിക്ക് ഏതാണോ ടോപ്പിക് നല്ലതെന്ന് തോന്നുന്നത് ഞാൻ ആ ടോപ്പിക് പറയുന്നവരോടൊപ്പം നിൽക്കും. എന്നുവെച്ചാല് ഒരു കാര്യത്തിന് നെഗറ്റീവ് പറയാനായിട്ട് എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരിക്കും. കാരണം അത് നെഗറ്റീവ് സജഷൻ ഉണ്ട്. സോ ഞാൻ പോസിറ്റീവ് ആയുള്ളവരുടെ ഒപ്പം നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. മൊബൈൽ ഫോൺ നല്ല രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡാണ് നമ്മൾ വിചാരിക്കുക. ഞാൻ അങ്ങനെ നിൽക്കുന്നെങ്കിൽ അവിടെ ഞാൻ പിന്നെ ടീച്ചറെ കുട്ടി എന്നുള്ളൊരു കൺസേൺ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ടോപ്പിക്കാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഡിസ്കഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു ഡിസ്കസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ടാസ്ക് ബേസ്ഡ് കമ്മ്യൂണിക്കേഷൻ റീഡ് ചെയ്തോട്ടോ. Task based communication. It occurs in a seminar or discussion session. The pecking order between teacher and students disappear. Here the group including the teacher is concerned with the topic. Thank you. നമ്മൾ ടോപ്പിക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അവിടെ നമ്മൾ ആ വ്യക്തിനെ നോക്കരുത്. ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. അവൾ നല്ലതാന്ന് പറയുമ്പോൾ നമ്മള് മോശമാണെന്ന് പറയുമ്പോൾ ആ വ്യക്തിനെ നോക്കിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കേണ്ട. നമ്മൾ ആ ടോപ്പിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. മിനിമം ഓഫ് നോ കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞത് മെയിൻ ആയിട്ട് എക്സ്പെരിമെന്റ് സയൻസ് ലബോറട്ടറിയാണ്. അവിടെ അവരുടെ റിസൾട്ട് ആണ് നോക്കുന്നത്. നമ്മളത് കമ്മ്യൂണിക്കേഷൻ അവിടെ ഇല്ല. ആ ഒരു റിസൾട്ട് ഫോക്കസ് ചെയ്തിട്ട് നമ്മളതിനെ കാര്യങ്ങൾ പറയുന്നത്. സ്റ്റുഡൻസ് ഒരു അസൈൻമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാമെങ്കിലും ആ ഒരു റിസൾട്ട് ആയിരിക്കും അവരുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്യുന്നത് ക്രോസ് ചെക്ക് ചെയ്യുന്നത്. ടീച്ചേഴ്സ് റോൾ ഈസ് ടു സൂപ്പർവൈസ് ദ സ്റ്റുഡൻസ്. കുട്ടികളെ സൂപ്പർവൈസ് ചെയ്യുക എന്ന് മാത്രമാണ് ആരുടെ റോള്, നമ്മുടെ ടീച്ചേഴ്സിന്റെ റോള്. ആൻഡ് ദിസ് പ്രൊവൈഡ് സം ഇൻസ്ട്രക്ഷൻ. മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ ടീച്ചേഴ്സിന്റെ റോൾ എങ്ങനെയാണ് സൂപ്പർവൈസ് ചെയ്യുക, അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറയാം. ഇവിടെ വരെ റീഡ് ചെയ്യണം കേട്ടോ. മിനിമം ഓർ നോ കമ്മ്യൂണിക്കേഷൻ. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. Minimum or no communication. It occurs when the students do alone experiment in the science laboratory, when the students are working out some exercise or assignment on their own. Here the teacher's role is to supervise the students or provide some instructions. Thank you, ma'am. ഓക്കെ, നമ്മള് നോക്കിയത്
varieties of communication ആണ്. അതിൽ lecture based communication നോക്കി, discussion based communication നോക്കി, group based communication, task based, last minimum or no communication നോക്കി. So എല്ലാവരും ഒന്ന് read ചെയ്തിരിക്കും topic communication varieties. Okay, read ചെയ്തല്ലേ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിബേറ്റിന് എല്ലാവരും പ്രിപ്പയർ ആയിട്ട് വരില്ലേ? നിങ്ങൾ തന്നെ ടീമായിട്ട് ഡിവൈഡ് ചെയ്ത് ടോപ്പിക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇത് ആരൊക്കെയാണ് പോസിറ്റീവ് ആയിട്ട് പറയുന്നത്, ആരൊക്കെയാണ് അതിന്റെ ഡ്രോബാക്സ് പറയുന്നത്, മെറിറ്റ്സും ഡ്രോബാക്സും പറയുന്നതെന്ന് ഫിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ ടീം ലീഡേഴ്സ് ആരൊക്കെയാണ് നമ്മുടെ സെമിനാറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കണം. 1 hour ആണ് നമുക്ക് മിനിമം അലൗഡഡ് ആയിട്ടുള്ള സമയം. 1 hour തന്നെ കൺക്ലൂഡ് ചെയ്ത രീതിയിൽ ഡിബേറ്റ് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, കാരണം 1 hour മേലെ പോവാറുണ്ട് നമ്മുടെ ഡിബേറ്റ് സാധാരണയായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ 1 hour തന്നെ. പക്ഷേ 1 hour മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. 1 hour മേലേക്ക് ഒത്തിരി അങ്ങനെ പോകാനായിട്ട് അലൗ ചെയ്യരുത്. ഒത്തിരി കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ടൈം പ്രശ്നം വരും. നമ്മുടെ ക്ലാസ് ടൈമിൽ തന്നെ കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഡിബേറ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വരണം. ഓക്കെ, സോ നമുക്കിനി ബാലൻസ് ഉള്ള കമ്മ്യൂണിക്കേഷൻ ടോപ്പിക്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് താങ്ക് യു. ആരാ സൈൻ ഔട്ട് പറയുന്നേ? Sign out. Thank you, ma'am, for today's class. It was very informative and helpful. With a gratitude to everyone, I am signing out now. See you all in the next class. Thank you, everyone. Thank you, ma'am. Thank you, Thank you, ma'am. ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.